ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഹാപ്പി ആയിട്ടിരിക്കണോ? ഞാനിവിടെ സമാധാനമായിട്ട് ഓഫ് ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞാൻ പതുക്കെ എണീറ്റ് വരണേ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെ എണീറ്റു, പിന്നെ കിടന്നുറങ്ങി, പിന്നെ എണീറ്റതാണ്. ഇന്ന് ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ജിമ്മിൽ തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിം വിശേഷങ്ങൾ, ഞാൻ എന്താണ് കഴിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് പൊതുവെ ഓഫ് ഡേ ഇന്ന് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞാൻ കാണിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയൊക്കെ പതുക്കെ ഓരോ വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് കീപ് ഗോയിങ്. ഞാൻ ബ്രഷ് എല്ലാം ചെയ്തിട്ട് വന്നു. ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് യൂഷ്വലി ഒരുപാട് സ്കിൻ കെയർ അങ്ങനെ ചെയ്തിട്ട് പോകാറില്ല. ബിക്കോസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷവർ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ട് ഫേസ് വാഷ് ചെയ്യും. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇടും. ബിക്കോസ് പോകുന്ന വഴിയൊക്കെ വെയിലും കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാ ദിവസവും സൺസ്ക്രീൻ ഇടുന്ന ഒരാളാണ് കേട്ടോ. അത് വാട്ട് എവർ ദ വെദർ ഇസ്, ഐ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഐ വെയർ സൺസ്ക്രീൻ ബിഫോർ ലീവിങ് ദ ഹൗസ്. റീ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ എപ്പോഴും സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ ഇടണം കേട്ടോ. പിന്നെ സൺസ്ക്രീൻ ഇടും. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ബേസിക് സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് ഞാൻ ജിമ്മിൽ പോകും. ഞാൻ ലാസ്റ്റ് ഇയർ മുതലാണ് ആക്ച്വലി ജിമ്മിൽ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് എ ഗുഡ് ഫീലിംഗ്. ഐ ഫെൽറ്റ് നാട്ടിൽ പോയ സമയത്ത് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ജിമ്മിൽ ഇവിടെ സ്റ്റാർട്ട് ആക്കുന്നത്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത പ്യോർ ജിം പറഞ്ഞിട്ടുള്ള ഒരു ജിമ്മിലാണ്. ഇപ്പം ഞാൻ പോകുന്നത് ഇവിടെ ജിം ഗ്രൂപ്പിലാണ്. ഞാൻ മാറി. സോ ദാറ്റ് ഇസ് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഫോർ മീ. ഭയങ്കര നിയർ ബൈ ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ വെയിറ്റ് ഗെയിൻ ആയി നല്ലോണം. ആഫ്റ്റർ ഗോയിങ് ബാക്ക് ഹോം ഐ ഹാഡ് കുറേ ഫുഡ്. നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ തിന്നാൻ കിട്ടുന്നേ, അതുകൊണ്ട് ഒന്നും ഒരു റിഗ്രറ്റും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നല്ലോണം ഫുഡ് അടിച്ചു. വെയിറ്റ് കൂടി തിരിച്ചു വന്നു. സോ തിരിച്ചു വന്നപ്പോൾ എനിവേ ഹിയർ ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ടു ടേക്ക് ഡയറ്റ് ഓർ ലൈക്ക് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി മച്ച് മോർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് നാട്ടിലാകുമ്പോഴത്തേക്ക് നമ്മളുടെ അമ്മയൊക്കെ എല്ലാവരും എപ്പോഴും ഇങ്ങനെ നമുക്ക് ഫുഡ് ഇസ് ഓൾവേസ് അവൈലബിൾ അറ്റ് ഹോം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്താലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. പക്ഷെ ഡയറ്റ് എന്ന് പറയുമ്പോൾ കുക്ക് ചെയ്തിരിക്കാനും പറ്റില്ല, ദാറ്റ്സ് എ ഫാക്ട്. പക്ഷെ സ്റ്റിൽ എന്താ പറയുക, നമ്മൾ കണ്ണി കണ്ടൊന്നും എന്തായാലും തിന്നാൻ പോകുന്നില്ല. ബഡ്ജറ്റ് റെസ്ട്രെയിൻഡ് ആണ്, നമുക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട് എന്തായാലും കുറേ ഒന്നും അലവലാതി സാധനങ്ങളൊന്നും എന്തായാലും തിന്നാൻ പോകുന്നില്ല. ആ ഒരു കോൺഫിഡൻസിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. സോ മീ ആൻഡ് മൈ ഫ്രണ്ട് സ്റ്റാർട്ടഡ് ഗോയിങ് ടു ജിം. അപ്പോൾ എനിക്ക് തോന്നുന്നു 4 to 5 months വാസ് ലൈക്ക് പക്ക പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ വർക്ക്ഔട്ട്. ഇറ്റ് വാസ് സോ ഗുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എനിക്ക് വെയിറ്റ് ലോസ് ആയി. എനിക്ക് വെയിറ്റ് ലോസ് ആയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻറ്റ് ആവാൻ തുടങ്ങി, വിച്ച് ഇസ് നോട്ട് ഗുഡ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുതിട്ടോ. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കീപ് പുഷിങ്, കീപ് ഗോയിങ്. ആ മോട്ടിവേഷൻ കിട്ടാൻ ഇത്തിരി പാടാണ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരാളായത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ പുഷ് ചെയ്ത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ദാറ്റ് ലൈക്ക് ബിഫോർ ഗോയിങ് ഫോർ വർക്ക് അല്ലെങ്കിൽ കമ്മിങ് ബാക്ക് ഫ്രം വർക്ക് ആൻഡ് ഗോയിങ് ടു ജിം, അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ആയത് കുറേ സർട്ടൻ റീസൺസ് വന്നു. സോ ഐ ഹാഡ് ടു ലൈക്ക് കണ്ടിന്യൂസ് പോകാൻ പറ്റിയിരുന്നില്ല, പക്ഷെ ഓൺ ആൻഡ് ഓഫ് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് എന്തായാലും ഓഫ് കിട്ടും. പിന്നെ 4 to 5 days ആണ് ഞാൻ നോർമലി വർക്ക് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ഗെറ്റ് അറൌണ്ട് 2 to 3 days ഓഫ്. അപ്പോൾ അത്രയും നേരം എന്തിനാ ഞാൻ വെറുതെ കളയുന്നേ? എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് പൈസ ചെലവാ. സോ ദിസ് ഇസ് ലൈക്ക് എ ഗുഡ് റെമഡി ഫോർ മീ. പിന്നെ ഞാൻ ഓർത്ത് നൗ ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു മൈ ഷേപ്പ് എന്നുള്ള ഒരു ഫീലിംഗ് വന്നപ്പം ഐ തോട്ട് ഐ റീജോയിൻ പോകാം. ആൻഡ് ദിസ് വെരി കൺവീനിയൻ്റ്. തൊട്ടടുത്താണ്. അതിനപ്പുറത്ത് തന്നെ എനിക്ക് ഗ്രോസറി ഷോപ്പ് ചെയ്യണമെങ്കിൽ അതും കഴിഞ്ഞിട്ട് എനിക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാം. സോ ഇറ്റ്സ് മച്ച് മോർ കൺവീനിയൻറ്റ്. അതെല്ലാം കൂടെ ഓർത്തിട്ട് ഞാൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തേ. പിന്നീട് ഇനി എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ വരുന്ന അതിൻ്റെ ഇടയിൽ ഇനി പെട്ടു പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ സഡൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് വെറും വെയിറ്റിലല്ല പോകാറുള്ളത്, അല്ലെങ്കിൽ അതിരാവിലെ എണീറ്റ് ജിമ്മിൽ പോകുന്നു, അങ്ങനത്തെ സംഭവമൊന്നുമല്ല.
എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. ബിക്കോസ് അതങ്ങനത്തെ ഒരു റുട്ടീൻ ആവുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ലൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീക്കണമല്ലോ, രാവിലെ എണീറ്റിട്ട് എനിക്ക് ജിമ്മിൽ പോകണമല്ലോ, അയ്യോ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതെല്ലാം നമുക്കൊരു ഭാരമായി തോന്നലെന്നാണ് എനിക്ക് തോന്നാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ എൻ്റെ സമയത്തിന് പോകാം, അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എണീറ്റു, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഐ ആം ഫ്രീ, ഐ ആം ഗുഡ് ടു ഗോ, ദെൻ ഐ വിൽ ഗോ. അപ്പൊ എനിക്ക് വലിയ ഭാരമായി തോന്നുന്നില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് കോഫി കുടിക്കും ഞാൻ. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കും. അതായത് ഇപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെ വേണം, അങ്ങനെയല്ല ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമായിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് എൻ്റെ ബോഡി ടൈപ്പ്, എനിക്ക് എൻ്റെ ബോഡി, എനിക്ക് എൻ്റെ ഹെൽത്ത്, എൻ്റെ ഇത് എനിക്ക് അറിയാവുന്നത് കൊണ്ട്, ആപ്പറ്റൈറ്റിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഐ നീഡ് ടു ഫീഡ് മൈസെൽഫ് ബിഫോർ ഹിറ്റിംഗ് ദ ജിം. അത് ഭയങ്കര പ്രോട്ടീൻ പരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി പരമായിട്ടൊന്നും അല്ല ഞാൻ കഴിക്കാറുള്ളത്. ഞാനങ്ങനെ എടുത്തിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു വേറെ. ഐ യൂസ് ടു ചെക്ക് വാട്ട് ഓൾ ഐ ഈറ്റ്, ഗോ ത്രൂ വാട്ട് ഓൾ ഐ ഹാവ് ഇൻ മൈ പാൻട്രി, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് കോൺഷ്യസ് ആയിട്ട് കഴിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നൗ ഐ എം നോട്ട് ലൈക്ക് അത്രയും ഫോഴ്സ് ചെയ്യുന്നില്ല എന്നെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഫി കുടിക്കും, പാലൊഴിച്ചാണ് കോഫി കുടിക്കുന്നത്. പക്ഷെ ഐ നെവർ പുട്ട് ഷുഗർ ഇൻ എനി ഓഫ് മൈ ടീ, കോഫീസ്, വാട്ടെവർ. അത് നോർമലി അങ്ങനെ മുമ്പ് പോലെ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ. എനിക്കത് എൻ്റെ ആവശ്യം തോന്നാറില്ല. ആൻഡ് ഐ എൻജോയ് മൈ ടീ ആൻഡ് കോഫി വിത്തൗട്ട് ഷുഗർ ആസ് വെൽ. അപ്പോൾ അത് ഞാൻ കുടിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും ബ്രെഡോ ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും സ്പ്രെഡ്, പീനട്ട് ബട്ടർ, മേ ബി പഴം ഓർ സംടൈംസ് ന്യൂട്ടെല്ല ഒക്കെ ഇട്ടിട്ട് കഴിച്ചിട്ട്, കാരണം ബിക്കോസ് അവിടെ പോയിട്ട് എനിക്കിങ്ങനെ ക്ഷീണിച്ച് തൂങ്ങി എനർജി ഇല്ലാതെ എനിക്ക് ഇരിക്കുന്നതിനും ഭേദം കഴിച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ എനർജി എടുത്തിട്ട് പോയി അവിടെ വർക്കൗട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഷവറൊക്കെ എടുത്തിട്ട് ആഫ്റ്റർ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഫുഡും കഴിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. ആൻഡ് ദാറ്റ് ഹെൽപ്സ് മീ ആൻഡ് മൈ ബോഡി. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. ഇന്നിപ്പം പഴമുണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്. അത് അങ്ങനെ ഒരു പ്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓർ ഇപ്പം സമയമായിട്ടോ, കുറച്ച് ഉച്ച സമയമായി. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഓഫ് പീക്ക് ടിക്കറ്റ്സ് അല്ല, സോറി, മെമ്പർഷിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓഫ് പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമിൽ വി കാൻ ഗോ ടു ദ ജിം. അപ്പം അതുകൊണ്ട് എനിക്ക് സമയം നോക്കി വേണം പോകാൻ. സോ ഐ ക്യാൻ ലാസ്റ്റ് എനിക്ക് പോകാൻ പറ്റുന്ന 4 o'clock. സോ നൗ ഇറ്റ്സ് ഓൾറെഡി ലൈക്ക് 12:30. സോ ബൈ ദ ടൈം ഐ make it and eat, it will be around like 1 o'clock. 1 o'clock കഴിഞ്ഞ ഉടനെ എന്തായാലും ഞാൻ ജിമ്മിൽ പോകാറില്ല. സോ ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ 1 hour വ്യത്യാസത്തിൽ ഐ ഗോ അഗൈൻ. സോ അഗൈൻ സമയം പോകും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ലെറ്റ് മീ സ്റ്റാർട്ട് മേക്കിംഗ് ആൻഡ് ലെറ്റ് മീ ഈറ്റ്. ജിമ്മ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പൊക്കോണ്ടിരിക്കട്ടെ. നല്ല വർക്കൗട്ടായിരുന്നു, തിരക്കായിരുന്നു കേട്ടോ, പക്ഷെ കൊള്ളായിരുന്നേ. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിട്ടിരിക്കുക, വീട്ടിൽ പോയിട്ട് കാണാം. തിരക്കുണ്ടായിരുന്നു കുറച്ച്, നൂൺ ടൈമൊക്കെ ആയത് കാരണം ചെറുതായിട്ട് ഒരു തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, അതിന് ഫുഡ് കഴിക്കണം, ഇനി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഇനി എനിക്ക് ചെയ്യാനുള്ള. ഞാൻ അങ്ങനെ വർക്കൗട്ടിൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് ഫസ്റ്റ് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ജിമ്മിൽ പൊതുവേ നിറയെ ആൾക്കാരുള്ള ഒരു സ്പേസാണ്. അപ്പോൾ പിന്നെ ഞാൻ അത്ര കംഫർട്ടബിളും അല്ല അങ്ങനെ ഒരു ക്യാമറ എവിടെയെങ്കിലും പൊസിഷൻ ചെയ്തിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന കാണിക്കാനോ, അല്ലെങ്കിൽ ആൾക്കാർ എൻ്റെ അപ്പുറത്തും കൂടെ ഒക്കെ പോകുന്ന ഇത് ഡിസ്ട്രാക്ഷനാണ്. എല്ലാവരും അവിടെ ഒരു സോൾ പർപ്പസിന് വേണ്ടി വരുന്നതല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ എനിക്കും അത് അൺകംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ബാക്കിയുള്ളവർക്കും അത് കൺവീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത്. എനിവേ പോയി വന്നു, നല്ലൊരു സെഷനായിരുന്നു. ഞാൻ ആബ്സിനും ആംസിനും ഉള്ള ലൈക്ക് ബാക്ക് ആൻഡ് ആംസ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആബ്സ് ഞാൻ എപ്പോഴും എല്ലാ വർക്കൗട്ട് സെഷൻ്റെ ലാസ്റ്റ് എന്താ പറയുക, സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. എനിക്കിഷ്ടം ആബ്സ് ചെയ്യാനായിട്ട്. ഫ്ലോർ എക്സസൈസ് എല്ലാത്തിനും ഒപ്പം ചെയ്യാനാണെങ്കിൽ എനിക്കിഷ്ടം, അല്ലാണ്ട് അത് മാത്രം ചെയ്യാനാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കങ്ങനെ
വലിയ താല്പര്യമില്ല. സോ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വാമപ്പ് അല്ല സോറി സ്ട്രെച്ച് ചെയ്ത് തിരിച്ചു പോണതിന് തൊട്ട് മുന്നേ ആയിട്ട് ലൈക്ക് കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ഒരു കോമ്പിനേഷൻ ഓഫ് തിങ്സ് ഞാൻ യൂഷ്വലി ചെയ്യാറുണ്ട്. അതൊക്കെയാ ചെയ്യാറുള്ളത്. ഇഫ് എൻ്റെ ഒപ്പം ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ എൻ്റെ വീഡിയോ എടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഹെൽപ്പ് വെച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എനിക്കൊരു സൈഡിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് എൻ്റെ വീഡിയോ എടുക്കുന്നത് എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നാറ്. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ തുറന്നു നടക്കുന്ന സ്ഥലം. അപ്പോൾ എനിക്ക് അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചെടുക്കുക എനിക്കെന്തോ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി തോന്നും. അതൊക്കെയാ. അപ്പൊ ഞാൻ ഫുഡ് എനിക്ക് ബീൻസ്, മെഴുക്ക് പുരട്ടി, ചോറ്, മുട്ട, തൈര് ഇതൊക്കെയാണ് ഞാൻ തിന്നാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും ഞാൻ. കാരണം ഉണ്ടാക്കി വെച്ചായിട്ട് എനിക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇന്നലെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മുന്നത്തെ ദിവസം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാ ഞാൻ ഇന്നലെ കൊണ്ടുപോയത്. അപ്പൊ ഇന്നലെ ഉള്ള സാധനം ഞാൻ ഇന്ന് കഴിക്കാൻ നോക്കും. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിയാറാകുമ്പോഴത്തേക്കും കാണാം കേട്ടോ. ഇതുവരെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എങ്ങനെ പോകുന്ന വ്ളോഗ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വരെവർ ഞാൻ പാട്ടൊക്കെ ഇട്ട് ജിമ്മിലൊരു പാട്ടൊക്കെ പ്ലേ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം പാട്ടൊക്കെ ഇട്ട് ചില സമയം ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് ചെയ്യും. സമയം പോകണ അറിയില്ല. ബേസിക്കലി എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പോയി ചെന്ന് അത്രയും തിരക്കൊന്നുമില്ല. നമുക്ക് എല്ലാ എക്യുപ്മെന്റ്സ് കിട്ടും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ജിം എന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് കേട്ടോ. അത് ധൃതി ഒന്നുമില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചെയ്ത് തീർക്കാനില്ല. യു ആർ ലൈക്ക് ഓൺ എ റിലാക്സ്ഡ് ഓഫ് ഡേ. ദ ബെസ്റ്റ് തിങ് I can do is go to gym and spend some time. അത് മെന്റലിയും കുറച്ച് സമാധാനം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് കേട്ടോ. അത് പോകുന്നവർക്ക് അതിൻ്റെ ആ ഫീലിംഗ് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭയങ്കര ഫിറ്റ്നസ് കോച്ച് ഒന്നുമല്ല. ഞാൻ ഭയങ്കര ഫിറ്റ്നസ് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കണമൊന്നുമല്ല. പക്ഷെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ഇറ്റ് ഫീൽസ് ഗുഡ്. എന്തോ പോയി തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു ഫീലിംഗ് നല്ലതാണ്. നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് നല്ലതല്ലേ, ഒരു സുഖം കിട്ടും. അപ്പം അതൊക്കെയാണ്. അപ്പോ കുളിച്ചിട്ട് കാണാം. ബൈ. ഹലോ, ഞാനപ്പോ ഫുഡ് എല്ലാം കഴിച്ച് ഞാൻ റെഡി ആയിട്ടോ. ഞാൻ ഒരു സ്ഥലം വരെ പോവാ, ലെസ്റ്റർ പോവാ. എന്തിനാ ചോദിക്കേ, ഫുഡ് അടിക്കാൻ വേണ്ടി പോവാട്ടോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് ഏതൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്നാ പറഞ്ഞത്, കേരള ഫുഡ് കിട്ടുന്നത്. അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് ഹോഗ് ചെയ്തിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ ട്രെയിനിന് പോകും. കുറച്ച് നേരത്തിനുള്ളിൽ എനിക്ക് ട്രെയിൻ ആവും കേട്ടോ. അപ്പോ പോണ വഴി ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. അത് നെക്സ്റ്റ് ഡേ ആണേ. ഞാൻ ഇന്നലെ ഫുഡിന്റെ തിരക്കിൽപ്പെട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സൂപ്പർ ഫുഡൊന്നും പറയാനില്ല. സോ ഇറ്റ്സ് ഇൻ ലെസ്റ്റർ നിയർ ദ റെയിൽവേ സ്റ്റേഷൻ. കരിമീൻ നാട്ടു റെസ്റ്റോറൻറ്റിന്റെ പേര്. ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ ജോയിന്റ് ഓർ സംതിങ്. അവിടെ പോയപ്പോ ഓത്തന്റിക് ഫുഡ്. അറ്റ്ലീസ്റ്റ് ഞാൻ എന്താണോ കഴിച്ച ആ സാധനം വെരി ഓത്തന്റിക്. ടേസ്റ്റ് എല്ലാം സൂപ്പർ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ബീഫ് ബിരിയാണി കഴിച്ചു. ദെൻ ഐ ഹാഡ് മീൻ പൊള്ളിച്ചത്. അത് നെയ്മീൻ്റെ ആയിരുന്നു. അത് വേറെ ഏതോ ഫിഷ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഐ ടുക്ക് നെയ്മീൻ. പിന്നെ അപ്പം അവരുടെ മെനുവിലുണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയിരുന്നു. സോ ഐ കുഡൻ ഹാവ് അപ്പം. എനിക്ക് അപ്പം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഓർ ഇടിയപ്പം കിട്ടിയ ഇടിയപ്പം ഞാൻ കഴിച്ചേനെ. പക്ഷേ ഐ മിസ്ഡ് ഇറ്റ് ആൻഡ് ഐ ഹാഡ് പൊറോട്ട ഇൻസ്റ്റെഡ്. ബട്ട് ഈവൻ ദ പൊറോട്ട വാസ് സോ ഗുഡ്. ലൈക്ക് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലേക്കി ആയിരുന്നേ. ഇത്രയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാൻ നല്ല പാൽ ചായയും പഴംപൊരിയും കഴിച്ചു. ഇത്രയും തിന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫുഡ് കോമയിലേക്കാണ് കഴിച്ച് പോയത്. അതൊക്കെ തീരെ പച്ചണ്ട. ഞാൻ എങ്ങനെയോ തിരിച്ച് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ വന്നേ. സോ ഇറ്റ് വാസ് ബിറ്റ് ടയറിങ്. അതുകൊണ്ട് ഞാൻ നേരെ വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്ലാറ്റ്. അതിന് സ്ട്രേറ്റ് ഇതാ ഇന്ന് എണീറ്റു. അപ്പൊ ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ റെഗുലർ റൂട്ടീനാണ്. അപ്പൊ അത്രേ ഉള്ളൂ. എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒപ്പം എല്ലാവരും ടേക്ക് കെയർ. ബൈ.